ട്വിറ്ററിന് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മെറ്റയുടെ ഏറ്റവും പുതിയ ആപ്ലിക്കേഷനാണ് ത്രെഡ്സ്. ത്രെഡ്സിൽ നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ബാക്കി വിവരങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയൻ ഒഴികെയുള്ള ബാക്കി 100ഓളം രാജ്യങ്ങളിൽ ഈ ഒരു ആപ്പ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെറ്റയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ ഇതെല്ലാം മെറ്റയുടെ പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ശ്രേണിയിലേക്കാണ് ട്വിറ്ററിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ത്രെഡ്സിന്റെ ഹാൻഡിൽ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യാൻ മറക്കരുത്. ബേസിക്കലി ഇതൊരു ടെക്സ്റ്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇൻസ്റ്റഗ്രാമിനോട് തോളോട് തോൾ ചേർന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ത്രെഡ്സിന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മോറോവർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ വെരിഫൈഡ് ആയിട്ടുള്ള പേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു വെരിഫിക്കേഷൻ ത്രെഡ്സിലേക്കും ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം 500 ക്യാരക്ടേഴ്സ് ലെങ്ത് വരുന്ന ടെക്സ്റ്റ്, ഫോട്ടോ, അതുപോലെ URL അതായത് ലിങ്ക്സ്, അതുപോലെ തന്നെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ത്രെഡ്സിലൂടെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നത് വളരെ ക്വിക്ക് ആയിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആപ്പിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ത്രെഡ്സിൽ നമുക്ക് അക്കൗണ്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിലിന്റെ ഡീറ്റെയിൽ ഇവിടെ കാണുന്നുണ്ട്. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അക്കൗണ്ട്സ് കാണാനായിട്ട് പറ്റും. ഇതിൽ ഏത് അക്കൗണ്ട് ആണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ബയോ, ലിങ്ക് ഇത് രണ്ടും സെറ്റപ്പ് ചെയ്യാനുള്ള പേജാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ ബയോ സെക്ഷനിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ ഇവിടേക്ക് ഈസി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ലിങ്കിന്റെ സെക്ഷനും അതുപോലെ തന്നെയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ത്രെഡ്സിന്റെ ഈ ഒരു പേജിൽ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. എനിവേ ഞാനത് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ബയോയും അതുപോലെ ലിങ്കും ഞാൻ ഈസി ആയിട്ട് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ ഡൺ കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി ആ ഒരു സെക്ഷൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഈസി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ പ്രൊഫൈൽ പബ്ലിക് ആയിട്ട് വേണോ അല്ലെങ്കിൽ പ്രൈവറ്റ് വേണോ എന്ന് ഒരു വിൻഡോ കാണാം. അപ്പൊ നിങ്ങൾക്ക് പബ്ലിക് ആയിട്ടുള്ള പേജ് ആണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ത്രെഡ്സിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതോടുകൂടി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന എല്ലാ പേജസും ഇതുപോലെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ചില അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം അത് ഓൾറെഡി ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടില്ല. അത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫോളോ ആയിട്ട് വരും. ഈ സെക്ഷനിൽ അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി അവരെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജിൽ എല്ലാ പേജും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈസി ആയിട്ട് ഫോളോ ചെയ്യാം. താഴെ ഫോളോ ഓൾ എന്ന് കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കുറച്ച് ഡീറ്റെയിൽ കാണാം. ത്രെഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഡാറ്റ ഡീറ്റെയിൽ ഒക്കെയാണ്. താഴെ ജോയിൻ ത്രെഡ്സ് എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ത്രെഡ്സിന്റെ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാണാം, ഇതാണ് ഫസ്റ്റ് പേജ്. ഇതാണ് ഏറ്റവും മുകളിൽ നമ്മുടെ പേര് കാണാം. അതിന് താഴെ നമ്മുടെ യൂസർ നെയിം, പിന്നെ അതിന് താഴെ നമ്മുടെ ഫോളോവേഴ്സിന്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ആക്ടിവിറ്റി, റിപ്ലേസ് അങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. മെൻഷൻസ് അതൊക്കെ കാണാം. ഇതെല്ലാം നമുക്ക് വന്നിട്ടുള്ള ഫോളോ റിക്വസ്റ്റ് ആണ്. അതെല്ലാം കൺഫേം ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ നമുക്ക് 5 മെനു കാണാനായിട്ട് പറ്റും. അതിൽ ആ ഒരു സെർച്ച് മെനു ടാപ്പ് ചെയ്താൽ നമുക്ക് പ്രൊഫൈൽസ് ഒക്കെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏറ്റവും മിഡിൽ കാണുന്ന അതിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഞാനിപ്പോൾ ഒരു ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ത്രെഡാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ട്വിറ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ ഇത്തരത്തിൽ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ URL ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ത്രെഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അത് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ത്രെഡ് നമ്മളിപ്പോൾ ലൈവ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ത്രെഡ് ഓപ്പൺ ചെയ്തു. അതിന് താഴെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഒരു URL ടാപ്പ് ചെയ്താൽ നമ്മുടെ ആ ഒരു ടെലഗ്രാം ചാനലിലേക്കാണ് എത്തിയിട്ടുള്ളത്. ബൈ ദ വേ ഇത് നമ്മുടെ ഓൺലൈൻ ഓഫീസ് തരുന്ന ഒരു ടെലഗ്രാം ചാനലാണ് 𝗙𝗥𝗘𝗏. ഇതാണ് ത്രെഡിന്റെ ഹോം പേജ്. ഇതാണ് ഇത്തരത്തിൽ നമുക്ക് ട്വിറ്ററിന് സമാനമായ രീതിയിൽ തന്നെ ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഹോം പേജിലാണ് നമ്മളുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ റിപ്ലൈസ് ഒക്കെ വന്നിട്ടുണ്ട്. റിപ്ലൈസിന് നമുക്ക് ഇത്തരത്തിൽ ലൈക്ക് കൊടുക്കാം. അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതിന് നമ്മൾ വീണ്ടും റിപ്ലൈ കൊടുക്കുകയാണ്. ഇതെല്ലാം യു ഓൾറെഡി നോ, നമ്മൾ ട്വിറ്ററിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്കിവിടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. മീഡിയ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോട്ടോ വെച്ചു, അതിനുശേഷം ടെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അതിന് താഴെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ URL ടൈപ്പ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈസി ആയിട്ട് ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പോസ്റ്റ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈവ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇമേജ് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ത്രെഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ URL ഒക്കെ ടാപ്പ് ചെയ്താൽ യൂട്യൂബ് ചാനലിലേക്കൊക്കെ എത്തുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ കിട്ടുന്നത് നമ്മുടെ പ്രൊഫൈലാണ്. ഏറ്റവും മുകളിൽ പേര് കാണാൻ പറ്റും. അതിന് താഴെ യൂസർ നെയിം ഉണ്ട്. പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് ആണ്. ഇതെല്ലാം നമ്മുടെ ഫോളോവേഴ്സിന്റെ ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. തൊട്ടടുത്ത് ഒരു ലിങ്ക് ട്രീ കാണാനായിട്ട് പറ്റും. URL ഒരു ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ലിങ്ക് ട്രീ പേജ് ആണ്. പിന്നെ അതിന് താഴെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെരിഫൈഡ് പ്രൊഫൈൽ ആണെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ടാവും. നമ്മുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ത്രെഡ്സ് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ത്രെഡ്സ് ആണ്. പിന്നെ റിപ്ലൈസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാനായിട്ട് പറ്റും. അതെല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓവറോൾ ഇതിന്റെ ഇന്റർഫേസ് വളരെ ഈസിയാണ് കേട്ടോ. പിന്നെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ലെഫ്റ്റിൽ ഒരു റൗണ്ട് സിമ്പിൾ കാണാം. അതിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് മെൻഷൻസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മാർക്കെല്ലാം മെൻഷൻ ചെയ്യാൻ പറ്റും. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിഡൻ വേർഡ്സ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓഫൻസീവ് ആയിട്ടുള്ള വേർഡ്സ് എല്ലാം നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് കാണാൻ
പറ്റും. പെൻഡിങ് ആയിട്ടുള്ളത് അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും രണ്ടാമതായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ സിമ്പിൾ കാണാം. അതിൽ ടാപ്പ് ചെയ്താൽ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോകും. പിന്നെ അതിന് തൊട്ടടുത്ത് 2 ലൈന് കാണാം. അതിൽ ടാപ്പ് ചെയ്താൽ ഈ കാണുന്ന ഓപ്ഷൻസ് ഒക്കെയാണ്. നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അതുപോലെ തന്നെ പ്രൈവസി, ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന് സിമിലർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിൽ നമുക്ക് പിന്നെ ലൈക്സ്, അതുപോലെ റിപ്ലൈസ്, മെൻഷൻസ് ഇതെല്ലാം മാനേജ് ചെയ്യാം. ഇതെല്ലാം ആരിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യണം, ആരിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യേണ്ട, അതെല്ലാം നമുക്ക് ഇവിടെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ അക്കൗണ്ട് എന്നുള്ള ബട്ടണിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രേക്ക് റിമൈൻഡർ ഇതിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ 10 മിനിറ്റ്സിലും 20 മിനിറ്റ്സിലൊക്കെ നമുക്ക് ബ്രേക്ക് എടുക്കാനുള്ള റിമൈൻഡർ തന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് ത്രെഡ്സ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നൊക്കെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരെ അക്കൗണ്ട് സെന്ററിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ എത്തി. 500 ക്യാരക്ടേഴ്സ് വരെയുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് സ്റ്റോറിയിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ട്വീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ത്രെഡ്സിൽ എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈസി ആയിട്ട് ട്വീറ്റ് ചെയ്യാം. അത് ട്വീറ്റ് ബട്ടൺ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ട്വിറ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിൽ റീഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത് റീപോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ത്രെഡ് ഇപ്പോൾ നമ്മൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. 5 മിനിറ്റ്സ് വരെ ലെങ്ത് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ഫോട്ടോസ് ആഡ് ചെയ്യാം, URL ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ട്വിറ്ററിന് സമാനമായ രീതിയിലാണ് ഈ ഒരു ത്രെഡും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഈസി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഇതിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മെറ്റയുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമായ ത്രെഡ്സുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പ് സ്റ്റോറിന്റെയും പ്ലേ സ്റ്റോറിന്റെയും ഡീറ്റെയിൽ ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. നമ്മുടെ ത്രെഡ്സിന്റെ പ്രൊഫൈൽ ഹാൻഡിൽ ഡീറ്റെയിലും താഴെ തന്നിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകളും ഡീലുകളും നമ്മുടെ അബ്ദുൾ_റഷീദ്_മുക്കം ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലൂടെയും ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്ഡേറ്റ്സ് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നല്ലൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.